ഒരുപാട് സ്റ്റുഡൻസ് ഓപ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. പക്ഷെ അവരൊക്കെ ഒന്ന് പകച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഫിനാൻസ് സൈഡ് അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം. സത്യം പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടോ ഇതിനെല്ലാം? അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ആൻസർ എന്ന് പറയുന്നത്, ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് തന്നെ വേണം. അല്ലെങ്കിൽ കൃത്യമായിട്ട് ഡോക്യുമെൻറ്റ്സ് വേണ്ട ഒരു രാജ്യം ഓസ്ട്രേലിയ ആണ്. ഓക്കെ. സോ ഫണ്ട് ഒരുപാട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേണ്ട. ഏതൊരു രാജ്യവും ചോദിക്കുന്ന അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തും റിക്വയർമെൻ്റ് ഉള്ള പോലെ തന്നെ ഓസ്ട്രേലിയയിലും റിക്വയർമെൻ്റ് ഉണ്ട്. പക്ഷേ അത് ആ രാജ്യത്തിൻ്റെ ജീവിത സാഹചര്യം നിലവാരം അനുസരിച്ച് ആ ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യുന്നൊരു ഫണ്ടാണ് തീർച്ചയായിട്ടും സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ അവിടെ കാണിക്കേണ്ട ആവശ്യം വരുന്നത്. സോ അത്രയും ഫണ്ട് മുടക്കണമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഒരിക്കലും അത്രയും ഫണ്ട് മുടക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവിടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫണ്ട് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം സ്റ്റുഡൻറ്റിനും അതുപോലെ തന്നെ പാരൻറ്റിനും ഉണ്ട്. അത് കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ വെച്ച് തന്നെ അത് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു വേഗ് ഡോക്യുമെൻ്റ് വെച്ചിട്ട് ഫണ്ട് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് തീർച്ചയായിട്ടും പറ്റില്ല. സോ അതുകൊണ്ടിട്ട് തന്നെ ഗവൺമെൻറ് ചോദിക്കുന്ന ITR പോലുള്ള ഡോക്യുമെൻ്റ് ആകാം, ബാങ്കിൽ നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാകാം, അതല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ലെറ്ററുകളാകാം, പേ സ്ലിപ്സുകളാകാം. അങ്ങനെ പലതരത്തിലുള്ള ഡോക്യുമെൻറ്റ്സും നമുക്ക് ആ ഒരു പ്രൊസീജിയറിന് വേണ്ടി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനായിട്ട് നമ്മൾ MWTക്ക് ഡെഫിനറ്റ്ലി പറ്റും. ബിക്കോസ് നമുക്കൊരു വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു അഡ്മിഷൻ ടീമുണ്ട്. അതേപോലെ തന്നെ അത്ര തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വിസ ടീമുണ്ട്. സോ ഇതിനെല്ലാം ഉപരി തന്നെ നമ്മൾ ഓരോ വിസ സബ്മിഷൻസും വിസ ഓഫീസർ വെരിഫൈ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഒരു കോറായിട്ടുള്ള ഹയർ വിസ ടീമുണ്ട്. അവരും കൂടി അപ്രൂവ് ചെയ്തിട്ട് മാത്രമാണ് നമ്മളൊരു വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി സ്റ്റാർട്ടിങ് തൊട്ടൊരു അഡ്വൈസും റൈറ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസും ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ എത്തുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് അതിൽ കിട്ടും. പിന്നെ ഒരു 100% വിസ സെക്യൂർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഹയർ ലെവൽ ഓഫ് വെരിഫിക്കേഷൻ നമ്മുടെ ഹയർ ഫിനാൻഷ്യൽ ടീമിൽ നിന്നും കൂടി കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യലിനെ പറ്റി ത്രൂ MWT ചെയ്യുമ്പോൾ അത്ര ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യം തീർച്ചയായിട്ടും വരുന്നില്ല.